കൊള്ളാലോ. അച്ഛൻ ഒന്നേക്കിക്ക് അച്ഛൻ. ഹലോ മുത്തമണീസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞങ്ങൾ രാത്രി ഡ്രൈവ് പോവാം. 10 മണിയായി. എവിടെയാണെന്നാണോ? ലുലുവിൽ 50 ഓഫറുണ്ട്. ഇന്നാണ് അവസാനത്തെ ദിവസമെന്ന് അറിയാൻ കഴിഞ്ഞു. ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയുണ്ടെന്നൊന്നും അറിയില്ല. നമുക്കവിടെ പോയിട്ട് നോക്കാം. വെറുതെ ഒരു നേരം പോകും. ഈ വീഡിയോ ഞാൻ ഒരുപാട് ലേറ്റായിട്ടായിരുന്നു ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. എന്നാലും ഞങ്ങൾ പോയത് നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതാ നമ്മുടെ ലുലു എത്തി. ലുലു എറണാകുളം ലുലു മോൾ. എന്തോരം ബൈക്കുകളാണ്. ഇത്രയും വലിയ സ്ഥാപനത്തിൻ്റെ ഉടമ. നല്ല പാട്ടും കേട്ട് കഥയും പറഞ്ഞത് ആ ലുലുവെത്തി. എൻ്റെ അമ്മോ, എന്തൊരു തിരക്കാണെന്നോ. സമയം 10 ലൈനിൽ കുറേ നേരം കൊണ്ട് ഞങ്ങൾ ക്യൂവിൽ നിൽക്കുകയാണെന്ന് നോക്കി. ഇത് ഈ ഒരു ഔട്ടറിൽ പാർക്കിംഗ് എല്ലാം ഫുള്ളായി. ഇനി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറേ നേരം കൊണ്ട് ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ട്. പക്ഷെ ഒന്നും കഴിക്കാതെയാണ് കയറി ഇങ്ങോട്ടേക്ക് പോന്നേക്കുന്നത്. 50 ഓഫിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് ഓർത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ഞങ്ങളിങ്ങനെ കുറേ നേരം കൊണ്ട് ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഇനി വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് മുകളിലോട്ട് കയറാൻ. ഞാനൊരു തള്ള വൈബിലാണ് ഇപ്പം ഇന്ന് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇതുകൊണ്ടോ നീങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഓരോ കാറുകളും. പിന്നെ ഇതാ ഞങ്ങൾ കൊണ്ടുവന്ന് കാറൊക്കെ പാർക്ക് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇനി മുകളിലോട്ട് പോയിട്ട് എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്ക് കാണട്ടെ. അതല്ലേ ഹാൻസർ ഒരു ദീർഘകാലം ഉണ്ടാകുന്നുണ്ട്. മണി എത്രയാണ്? ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോകാം. സമയം നോക്കരുത്. തിരക്ക് എപ്പോഴെങ്കിലും സമയം 11. പക്ഷെ ലുലുവിലില്ലേ പൂരപ്പറമ്പ് പോലെ ഇരിക്കുന്നത്. ലുലു പൂരപ്പറമ്പ്. അമ്മോ, എന്തൊരു തിരക്കാ. ഞാൻ പറഞ്ഞില്ലേ പൂരപ്പറമ്പാണ് ലുലു. ഇപ്പം എൻ്റെ അമ്മേ, ഇതെന്തൊരു തിരക്കാ മക്കളെ. എന്ത് തിരക്കാണ്. ലുലുവിലെ തിരക്ക് കാണണം. ഇത് ജസ്റ്റ് ഹൈപ്പർ മാർക്കറ്റ് മാത്രമാണേ. സമയം 11. ഹൈപ്പർ മാർക്കറ്റിലെ തിരക്ക്. എൻ്റെ അമ്മോ, മാറിപ്പോവോ. ഇതുണ്ടോ എന്തോരം ആൾക്കാരാണ്. എങ്ങനെ പോവാൻ? അതായത് വലിയ വലിയ ഐറ്റങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ ഡിസ്കൗണ്ട് ഉള്ളൂ. എല്ലാത്തിനും ഇല്ല കേട്ടോ. സെലക്റ്റഡ് കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. അതിനാണ് അവർ ഡിസ്കൗണ്ട് ഇട്ടേക്കുന്നത് 50 ഓഫിൽ. എല്ലാത്തിനും ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ 50 ഓഫർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാത്തിനാണ്. അങ്ങനെ ഇല്ല കേട്ടോ. അതാണ് പ്രത്യേകത. പിന്നെ നമ്മളൊക്കെ ഓഫറിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒന്നെടുത്ത് ബഡ്ജറ്റിനെക്കാട്ടിലും അത് വേറെ. ഇതൊക്കെ ഫിഷൊക്കെ ഉള്ള ഏരിയ ആണ്. അത് ഫ്രോസൺ ഉണ്ട്. പിന്നെ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തിരട്ടി വെച്ചേക്കണം അല്ലേ? 150 രൂപയൊക്കെ ഉണ്ട്. മസാല ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് പൊന്നോ, ഇത് മീറ്റിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. നമുക്ക് നല്ല ആട്ടിറച്ചി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. എല്ലാം സെപ്പറേറ്റ് അവർ എടുത്ത് നല്ല ക്ലീൻ ചെയ്ത് സൂപ്പറായിട്ട് മാരിനേറ്റ് ചെയ്തതും കബാബിൻ്റെയും 65ൻ്റെയും സെപ്പറേറ്റ് ഓരോ മീറ്റും അങ്ങനെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ലുലുവിൽ ഞാൻ വന്നിട്ടുണ്ട്.
ഈ ഒരു സെക്ഷൻ ഇതിനു മുമ്പ് ഞാൻ കയറിയിട്ടേ ഇല്ല കേട്ടോ. എന്നിട്ട് കോഴിയൊക്കെ ഫുള്ളായിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് അമ്മ എല്ലാം അങ്ങനെ കുറിച്ചെടുക്കുമ്പോൾ വീട്ടിൽ കയറുന്നത് അത്രേ ഉള്ളൂ. ചോക്ലേറ്റ് ലവേഴ്സിന് ഒത്തിരി ഇഷ്ടപ്പെടും. എനിക്കിപ്പോൾ ചോക്ലേറ്റൊക്കെ കണ്ടിട്ട് കണ്ണൊക്കെ ഇങ്ങനെ തള്ളണുണ്ട്. പിന്നെ റൂട്ട് കനാൽ തീർന്നുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് വാങ്ങണില്ല. ഇതാണ് ഇടിച്ചക്ക. ഈ ഇടിച്ചക്ക തോരൻ വെക്കാം. വേറെ പണിയില്ല ഗൈസ്, 2 പേർക്കും വേറെ പണിയില്ല. തേരാപാരം നടപ്പ്. പപ്പ, മമ്മി, ഷെറിൻ എല്ലാം കൂടി എന്തൊക്കെയോ വാങ്ങുന്നുണ്ട്. നമുക്ക് പിന്നെ വലിയ പണിയൊന്നുമില്ല. ഷെറിൻ പിന്നെ ആ ട്രോളിയിൽ തൂക്കി പിടിച്ചോണ്ട് നടന്നോളും. എനിക്ക് ഈ ട്രോളി അങ്ങനെ തള്ളിക്കൊണ്ട് മുടി ഒരു സുഖമില്ല. ഇങ്ങനെ പൊക്കി വെച്ച് ചൂടെടുത്തിട്ട്, ചൂടല്ല ഇറിറ്റേറ്റിങ് എന്തോ പോലെ ഉണ്ട്. എനിക്ക് ഫിൽറ്റർ ആയാലും ക്യാമറ ആയാലും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. വാക്ക് കൊണ്ട് തന്നെ ഗൈസ് ടൈം 11:32. ഇനി ഒരു അരമണിക്കൂറിൽ 12 മണിയാവും. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇവിടെ 12 മണിയാകുമ്പോഴത്തേക്കും പോകുന്നത്. 1 മണിയായി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇങ്ങനെയൊക്കെ പോയാൽ മതി. ശനിയാഴ്ച അല്ലേ. ഇനി ഈ ഒരു വീഡിയോ ഇനി എന്ന് വരും എന്നാവോ ദൈവത്തിനറിയാം. ഈ വെജിറ്റബിൾസ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ കൈ, സത്യം പറഞ്ഞാൽ. ഇത് കൊള്ളാല്ലേ. ഇതൊരു പാക്കറ്റിന് 40 രൂപ ഉള്ളൂ കേട്ടോ. 5-6 എണ്ണം ഉണ്ട് അതിൻ്റെ അകത്ത്. ഇത് അടിപൊളിയായിട്ട് ചിക്കൻ കറിയും കൂടെ മേടിച്ചാൽ രാത്രിത്തേക്കുള്ള റെഡി. ഇതൊക്കെ സാലഡ്സിൻ്റെ ആയിട്ട് വരുന്നത്. ഇവിടെ നിന്ന് സാലഡ് എന്തൊക്കെയോ പെറുക്കുന്നുണ്ട്. ഇവിടെ എനിക്കറിയില്ല. ഇത് ഒലീവിൻ്റെ, പക്ഷെ എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ഈ ഒലീവിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ. തിരഞ്ഞു പിടിച്ച് 50 ഓഫുള്ളത് മാത്രം ഞാൻ എടുക്കുന്നുണ്ട്, വേറെ ഒന്നും എടുക്കണില്ല. അതിനകത്ത് കേക്കൊക്കെ ഒരുപാട് ഐസ്ക്രീം ഒക്കെ 50 ഓഫാണ്. അത് കേക്ക് ഞാൻ എടുക്കുന്നില്ല കേട്ടോ. കേക്ക് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. കുറേ സാലഡ് പോണ വഴിക്ക് നമ്മുടെ MC കഫേയുടെ ഒരു ഫുഡ് കോർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അവരൊന്ന് വിളിച്ചുകൊണ്ട് പോണേ. ഞാൻ പറഞ്ഞു ഞാൻ എന്നാൽ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞു. സോ ഇത് മാത്രം ഇപ്പോൾ ഓപ്പൺ ആണ്. സോ ഞാൻ ഒന്ന് കയറട്ടെ. അങ്ങനെ ഫുഡ് കഫേ എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. നമ്മൾ പട്ടിണി. സോ ഇതുവരെ ഈ ഫ്ലേവർ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഐസ്ക്രീം കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോൾട്ടഡ് കാരമൽ സംതിങ് എൽസ്. ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉപ്പിട്ട് അത് നെയ്മിൽ തന്നെ ഉണ്ട്, സോൾട്ടഡ് കാരമൽ. സോ എനിക്ക് വെറൈറ്റി ആയിട്ടാണ് തോന്നിയത്. നല്ല രസമുണ്ട്, മധുരമില്ല. അങ്ങനെ നമ്മൾ ലുലുവിൽ ഇറങ്ങിയിരിക്കുന്നു. കറക്റ്റ് 1:30-2 മണിയോളായി. ബില്ലടിക്കാൻ തന്നെ നമ്മൾ മണിക്കൂറുകളോളം വരും. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇനി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുക. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കേൾക്കുന്നു. അത്രേ ഉള്ളൂ ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ റാൻഡമായിട്ട് എടുത്ത് ഇങ്ങനെ ഇട്ടുവെന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിന് മുമ്പായിട്ട് 50 ഓഫ് എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ എവിടെയും ചാടി കയറി പോകാതിരിക്കുക. കാരണം എല്ലാത്തിനും ഒരു 50 ഓഫ് ഇടില്ല. സെലക്റ്റഡ് അവർക്ക് ഇയർ എൻഡിങ് ഒക്കെ ആയതുകൊണ്ടുള്ള ഒരു ഇതാണ് ഇടുക. നമ്മൾ പോയാൽ നമ്മുടെ കയ്യിൽ ഓരോന്ന് തൊട്ട് നമ്മുടെ കാശ് പോവുകയുള്ളൂ. അങ്ങനെ കുറേ സമയം പോയി കുറച്ച് ഐറ്റംസ് എടുക്കുകയും ചെയ്തു. 50 ഓഫിൽ നിന്ന് ഞാനിങ്ങനെ തപ്പി പിടിച്ചെടുത്തത്, നമുക്ക് വേണ്ടത് മാത്രം. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊരു കൊച്ചു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പുതിയതായിട്ട് നമ്മുടെ ചാനലിലോട്ട് വന്നവർ ഒന്ന് കൂട്ടുകൂടി വെക്കണേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.